നമസ്കാരം. നമ്മളെല്ലാവരും റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ KCB പുതിയതായിട്ട് ഇലക്ട്രിക് പോസ്റ്റിലൂടെ ഒരു പ്രത്യേക തരം കറുത്ത കേബിൾ വലിക്കുന്നത്. നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് KCB ഇത്രയും രൂപ ചിലവിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കറുത്ത കേബിൾ വലിക്കുന്നത്? ഇതുകൊണ്ട് സാധാരണക്കാരായി നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അതോ ഇത് കാരണം എന്തെങ്കിലും ദോഷമുണ്ടാകുമോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പുതിയ തരം കേബിളിനെ പറ്റിയാണ്. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വൈദ്യുതി ബോർഡിനും നമുക്കും കിട്ടാൻ പോകുന്ന ലാഭവും ഒപ്പം ഇതിൻ്റെ ചില പോരായ്മകളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇതിൻ്റെ സാങ്കേതികപരമായ പേര് എന്താണെന്ന് പറയാം. ഇതിനെ ഏരിയൽ ബെഞ്ച്ഡ് കേബിൾ അല്ലെങ്കിൽ ABC കേബിൾ എന്നാണ് വിളിക്കാറുള്ളത്. പഴയ ലൈനുകളും ഇതും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പഴയ ലൈനുകളിലെ കമ്പികൾക്ക് പുറത്ത് യാതൊരുവിധ കവറിങ്ങും ഇല്ലായിരുന്നു. എന്നാൽ ഈ ഒരു പുതിയ കേബിളുകൾക്ക് പുറത്ത് ശക്തമായ പോളിമർ ഇൻസുലേഷൻ കവറിംഗ് ഉണ്ട്. വികസിത രാജ്യങ്ങളിലുമൊക്കെ കൊടുങ്കാറ്റും കനത്ത മഴയും ഒക്കെ ഉള്ള പ്രദേശങ്ങളിൽ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്. കേരളം പോലെ മരങ്ങളും മഴകളും ഉള്ള കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത് വളരെ അനുയോജ്യമാണ്. ഇനി നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുകൊണ്ട് സാധാരണക്കാരായ നമുക്കും KCBക്കും എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്നാമതായി കറണ്ട് പോക്കും ലൈനിലെ ലീക്കേജും കുറയുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു കാറ്റോ മഴയോ വന്നാൽ ഉടനെ കറണ്ട് പോകുന്നൊരവസ്ഥ. ഇതിന് പ്രധാന കാരണം നമ്മളുടെ ലൈനുകളിലേക്കൊക്കെ മരച്ചില്ലകൾ മുട്ടി നിൽക്കുന്നതോ അല്ലെങ്കിൽ ലൈനിലേക്ക് മരച്ചില്ലകളൊക്കെ വീണ് ലൈൻ പൊട്ടുന്നതോ അല്ലെങ്കിൽ ഫ്യൂസ് അടിച്ചു പോകുന്നതോ ഒക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ABC കേബിൾ വരുന്നതോടുകൂടി ഇതിന് പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇവയുടെ മുകളിൽ മരച്ചില്ലകൾ വീഴുകയോ അല്ലെങ്കിൽ കമ്പികൾ തമ്മിൽ ഷോർട്ട് സർക്യൂട്ടുകളോ ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ഫീസ് പോകുന്ന ഒരു പ്രശ്നവും ഇവിടെ ഇല്ലാതെ വരുന്നു. നേരത്തെയുള്ള ലൈനിലുള്ളൊരു കുഴപ്പമായിരുന്നു അന്തരീക്ഷത്തിലെ ഈർപ്പം കാരണം വൈദ്യുതി പുറത്തേക്ക് ചോർന്നു പോകുന്നൊരവസ്ഥ. ഇപ്പോൾ ഈ ഒരു കേബിൾ വരുന്നതോടുകൂടി ആ ഒരു വൈദ്യുതി ചോർച്ച പൂർണ്ണമായും തടയാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വോൾട്ടേജ് ക്ഷാമത്തിനൊരു പരിഹാരം ഉണ്ടാവുമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളുടെ വീടുകളിലൊക്കെ മിക്ക വീടുകളിലും വോൾട്ടേജ് ഇല്ല. പഴയ ലൈനുകളിൽ നമ്മൾ ദൂരത്തേക്ക് വൈദ്യുതി എത്തുമ്പോൾ വോൾട്ടേജിൽ വലിയ തോതിൽ കുറവ് സംഭവിക്കാറുണ്ടായിരുന്നു. ഇതിന് റെസിസ്റ്റൻസും പ്രസരണ തടസ്സവും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ലൈനിൻ്റെ അറ്റത്തുള്ള വീടുകളിൽ പോലും കൃത്യമായ രീതിയിൽ വോൾട്ടേജ് ലഭിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മളെ വീട്ടിലെ TVയും ഫ്രിഡ്ജും അതുപോലെ AC-യും മറ്റു ഉപകരണങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ച് അതിൻ്റെ ആയുസ് കൂടും എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളതാണ് സുരക്ഷ, അതുപോലെ തന്നെ കരണ്ട് മോഷണവും. മഴക്കാലത്ത് പോസ്റ്റുകളൊക്കെ മറിഞ്ഞു വീണ് അല്ലെങ്കിൽ മരം വീണ് പോസ്റ്റൊക്കെ ചാഞ്ഞ് അത് ലൈൻ പൊട്ടി വീഴുകയോ അല്ലെങ്കിൽ താന്നു കിടന്നു അതറിയാതെ ഷോക്ക് കേൾക്കുന്ന ഒരു അനുഭവങ്ങൾ പലയിടത്തും ഉണ്ടായി. ആൾക്കാരൊക്കെ മരണപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വലിയൊരു അപകടം ഇനി മുതൽ ഒഴിവാകുമെന്നുള്ളതാണ്. പഴയ തുറന്ന കമ്പികളിൽ പെട്ടെന്ന് അതുപോലെ തന്നെ കൊളുത്തിട്ട് ആൾക്കാർ കരണ്ട് മോഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു. അത് ഇനി മുതൽ നടക്കില്ല. ഇത് KCBയുടെ സാമ്പത്തിക നഷ്ടം വളരെയധികം ഉണ്ടായിക്കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു കരണ്ട് മോഷണം. അതിനി മുതൽ നടക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മരം വെട്ടൽ കുറയ്ക്കാൻ പറ്റും. എല്ലാ വർഷവും KCB ജീവനക്കാർ വന്ന് നമ്മുടെ വീട്ടുപറമ്പിലെയോ അല്ലെങ്കിൽ മരച്ചില്ലകൾ ലൈനിലേക്ക് വീണ് കിടക്കുന്ന മരച്ചില്ലകളൊക്കെ വെട്ടിമാറ്റുന്നത് നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ മുട്ടാൻ സാധ്യതയുള്ള മരങ്ങളും അല്ലെങ്കിൽ ലൈനിൻ്റെ അടുത്തോട്ട് പൊങ്ങിപ്പോകുന്ന മരങ്ങളും എല്ലാം അവർക്ക് വെട്ടിമാറ്റേണ്ടി വരും. ഇനിയിപ്പോൾ ചെറിയൊരു മരച്ചില്ലകൾ കേബിളിൽ തൊട്ടാൽ പോലും കുഴപ്പമില്ലാത്തതിനാൽ അനാവശ്യ മരങ്ങൾ മുറിച്ച് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ ലൈനിൽ ഷോർട്ടായി പെട്ടെന്ന് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാം വെട്ടിമാറ്റണമായിരുന്നു. ഇപ്പോൾ ഈ ഒരു കേബിൾ വരുന്നതോടെ അതിലൊത്തിരി മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഇതിന് നല്ല ഗുണങ്ങൾ മാത്രമല്ല, ചില വലിയ പോരായ്മകൾ കൂടിയുണ്ട്, അതുപോലെ തന്നെ വെല്ലുവിളികളുമുണ്ട്. നമ്മളിത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. കേടുപാടുകൾ കണ്ടുപിടിക്കാനുള്ള പാട് എന്നുള്ളതാണ് ഒന്നാമത്തേത്. പഴയ ലൈനുകളിൽ എവിടെയെങ്കിലും ലൈൻ പൊട്ടുകയോ ഫ്യൂസ് പോകുകയോ ചെയ്താൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ KCB ജീവനക്കാർക്ക് ഈ ഒരു പ്രശ്നം പെട്ടെന്ന് തിരിച്ചറിയാമെന്നുള്ളതാണ്. എന്നാൽ ഈ ABC കേബിൾ വരുന്നതോടുകൂടി എന്തെങ്കിലും ലൈനിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കുക അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങിന് എന്തെങ്കിലും ഒരു പൊട്ടൽ സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈൻ അകത്തുനിന്ന് കട്ടായി വല്ലതും പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതിന് പ്രത്യേക തരം മിഷനറീസും അതുപോലെ തന്നെ വിദഗ്ധരായ തൊഴിലാളികളുടെയും ആവശ്യമായിട്ട് വരും. ഇതൊരു വലിയൊരു ചെലവുണ്ടാക്കുന്ന ഒന്നാണ്. പിന്നെയുള്ളതാണ് ഉയർന്ന നിർമ്മാണ ചെലവ്.
പഴയ കമ്പികളെ അപേക്ഷിച്ച് ഈ കേബിളുകൾക്ക് വളരെയധികം ഉയർന്ന ചെലവുണ്ട്. ഒറ്റയടിക്ക് എല്ലാ പ്രദേശത്തും ഇത് മാറ്റുക എന്നത് KSEBയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ്. മൂന്നാമതായിട്ട് കണക്ഷൻ കൊടുക്കാനുള്ള പ്രയാസങ്ങളാണ്. ഈ ഒരു കേബിളുകൾ മുറിയുകയോ അല്ലെങ്കിൽ പുതിയ വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ പോലെ കമ്പികളുടെ പുറത്തേക്ക് വേറൊരു കമ്പി വെച്ച് ചുരുട്ടിക്കെട്ടി കൊടുക്കുന്നത് പോലെ ഇതിലിനിയും പറ്റത്തില്ല. ഇതിന് പ്രത്യേകതരം ഇൻസുലേഷൻ പഞ്ചിങ് കണക്ടർ പ്രത്യേകം കൊടുത്തിരിക്കണം. അതായത് ഒരു പഞ്ചിങ് കണക്ടറാണിത്. ഇൻസുലേഷൻ പഞ്ചിങ് കണക്ടർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ടൂൾസാണ്. ഇതുപയോഗിച്ച് വേണം കണക്ഷൻ കൊടുക്കാൻ. ഇതിൻ്റെ പ്രത്യേക പരിപാലനവും വിദഗ്ധ ജീവനക്കാരെയും തന്നെ ആവശ്യമായിട്ട് വരും KSEBക്ക്. പിന്നെ കനത്ത വെയിലിലും പ്ലാസ്റ്റിക്കിൻ്റെ ആയുസാണ്. വർഷങ്ങളോളം തുടർച്ചയായി കനത്ത വെയിലും മഴയും അടിക്കുമ്പോൾ പുറത്തെ പ്ലാസ്റ്റിക് ഇൻസുലേഷനിൽ കവറിങ്ങിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. കവറിങ് പൊളിഞ്ഞു പോയാൽ ചിലപ്പോൾ ലൈൻ തന്നെ മാറ്റേണ്ടി വരും. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത്ര വർഷത്തേന് അത് കഴിഞ്ഞാൽ മുഴുവൻ കേബിളുകളും മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കിനി ഭാവിയിൽ കണ്ടറിയാം. ചുരുക്കം പറഞ്ഞാൽ തുടക്കത്തിലെ KSEBക്ക് ഇതിനായി വലിയൊരു തുക ചെലവാക്കി കഴിയുമെങ്കിലും ഭാവിയിൽ ഇതുണ്ടാകാൻ പോകുന്ന അപകടങ്ങളും വൈദ്യുതി നഷ്ടവും ഒക്കെ കുറയ്ക്കാൻ പുതിയ ഒരു ABC കേബിളുകൾക്ക് കഴിയും. നമ്മളുടെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നേരത്തെ നമ്മളുടെ നാടുകളിൽ വരേണ്ടതായിരുന്നു. ഇതൊക്കെ നേരത്തെ മാറി ഇതിലേക്കൊക്കെ ചിന്തിക്കുന്നതിൽ ഒത്തിരി അപകടങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ മാറിയെടുക്കാനും മാറ്റാനും ഒക്കെ സാധിക്കുമായിരുന്നു. ഇതൊക്കെ എല്ലാ ഇപ്പം മെയിൻ ലൈനുകളിലൊക്കെ മാത്രമാണ് ഇത് വലിക്കുന്നത്. നമ്മളെ റോഡ് സൈഡുകളിലുള്ള മെയിൻ ലൈനുകളായിരിക്കും കൂടുതൽ ഇവർ ചെയ്യുന്നത്. അതും ഭാവിയിൽ മാറി എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ ഒരു കേബിളുകൾ ഇടണം. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയിലുള്ള കേബിളുകൾ തന്നെ യൂസ് ചെയ്യുക. ഒത്തിരി അപകടങ്ങൾ ഇതിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ABC കേബിൾ നേരത്തെ നമ്മൾ നേരത്തെ ഇതിലേക്ക് മാറേണ്ടതായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിക്കുക, ഇത് ഇങ്ങനൊരു കേബിൾ വരുന്നത് കൂടി ഒത്തിരി നമ്മൾ ഈ നേരത്തെ കാണത്തില്ല ലൈനിലൊക്കെ പക്ഷികൾ ഒക്കെ വന്നിരുന്ന് ചത്തുപോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി മാറും. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ ഒഴിവായി കിട്ടും. നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഈ സാധാരണ പ്രദേശങ്ങളിലോട്ടും കൂടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ കൂടെ ഇത് വലിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്കൂളുകൾ, അംഗൻവാടികൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു ലൈൻ അത്യാവശ്യമായിട്ട് വലിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പഴയ ലൈനൊക്കെ കാണാമല്ലോ, നമുക്ക് പൊട്ടി വീണി ഈ സ്കൂൾ പ്രദേശങ്ങളിലൊക്കെ വീണ് ഒത്തിരി അപകടങ്ങളൊക്കെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഈ ഒരു കേബിളിലൂടെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. മെയിൻ്റനൻസുകൾ കറക്റ്റായിട്ട് ചെയ്യുക, നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കുക, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കേബിളാണ്. കറക്റ്റ് സമയങ്ങളിൽ ഇത് മാറുക, അതൊക്കെ വളരെ ഒരു ഉപകാരമുള്ള ഒരു കാര്യമാണ്. KSEBക്കും ഇതിൽ നിന്ന് ഒത്തിരി ലാഭമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷാവർഷം എന്തേരം രൂപ അവർ ഈ ഇതിനു വേണ്ടി ടച്ചിങ് വെട്ടിനും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കുമായിട്ട് അവർക്ക് പൈസ ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒത്തിരിയും ഒഴിവായി കിട്ടും ഇങ്ങനെയൊരു കേബിൾ വരുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇത്തരം കേബിളുകൾ വന്നിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ പ്രദേശങ്ങളിൽ വന്നാൽ എന്തു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? അത് വരുന്നത് ഗുണമാണോ അതോ ദോഷമാണോ? അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.